Assalamu alaikum. How are you? Are you fine? Okay, let us start our lesson. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ എടുത്തു, കംപ്ലീറ്റ് ആയില്ല അല്ലേ? ഒരു വലിയ ചാപ്റ്ററാണ്. എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? രോഗസന്ദർശനം, പിന്നെ മയ്യത്ത് പരിപാലനം. ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു നമ്മളെ ക്ലാസ് അല്ലേ? മയ്യത്ത് പരിപാലനത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. രോഗസന്ദർശനത്തെ പറ്റി നമ്മൾ പറഞ്ഞത്, നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന് അള്ളാഹുവിനോട് നാം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, കണ്ണില്ലാത്തവനെ അതിൻ്റെ വിലയറിയൂ, കാലില്ലാത്തവനെ അതിൻ്റെ വിലയറിയൂ അല്ലേ? നടക്കാനും ഓടാനും ചാടാനൊന്നും കഴിവില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക അല്ലേ? പിന്നെ രോഗം വന്നാൽ എന്ത് ചെയ്യുക? സുഖമാവാൻ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ആ പ്രാർത്ഥന? പഠിച്ചോ? സിമ്പിൾ പ്രാർത്ഥനയാണ് അല്ലേ? എന്താണത്? ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ പഠിക്കണം. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ നോക്കുക, മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. നോക്കിക്കോ, പേജ് നമ്പർ 34. മുസ്ലിം മരിച്ചാൽ അള്ളാഹു തന്ന ഈ ശരീരം എന്നെന്നും ഇതുപോലെ നിലനിൽക്കുമോ? പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ശരീരസ്ഥിതിയും മാറി മാറി വരും. നമുക്കാർക്കും അറിയാത്ത സമയത്ത് അപ്രതീക്ഷിതമായി മരണം കടന്നു വരും. മരണവീട്ടിൽ പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെല്ലാം സങ്കടപ്പെട്ട് നിലവിളിച്ചാലും മരിച്ചവർ തിരിച്ചു വരുമോ? എല്ലാവരും മരിക്കും. ജനിച്ചാൽ മരണം നിർബന്ധമാണ്. ഈ ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? മരിച്ചാൽ മരിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത്? ജനിക്കാതിരിക്കണം. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അള്ളാഹു പറയുന്നത് നോക്കുക, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവും. നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്. കുല്ലു നഫ്സിൻ, ഓരോരുത്തരും, എല്ലാവരും. ദാഇഖത്തുൽ മൗത്ത്, മരണം രുചിക്കും. എല്ലാവരും മരണം തൊട്ടു നോക്കും, മരണം അനുഭവിക്കും. എല്ലാ ആത്മാവും മരണം അനുഭവിക്കും. എല്ലാ മനുഷ്യരും മരിക്കും. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല. ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാം എന്ന് ചൊല്ല് കൂട്ടുകാർ കേട്ടിട്ടില്ലേ അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണോ മറ്റുള്ളവരോട് നമുക്ക് ബാധ്യതയുള്ളത് അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തും പൈസ കൊടുത്തും അവരെ അസുഖമാകുമ്പോൾ സന്ദർശിച്ചും കല്യാണത്തിന് പോയും വിരുന്നൂട്ടിയും ഒക്കെ നമ്മൾ ബാധ്യതകളൊക്കെ വീട്ടാറുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ബാധ്യതയുണ്ട്. എന്തൊക്കെ ബാധ്യത? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും ബാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നാം അവർക്ക് ചെയ്യേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? മരിച്ചു പറഞ്ഞാണ്ട് അയാൾ മരിച്ചിക്കണ് എന്നാണ് നമ്മൾ വീട്ടിലിരിക്കണോ? അല്ല, നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് പോയി അവിടെ എന്താണ്, ആരെങ്കിലും ഉണ്ടോ? ചിലപ്പം വീട്ടിൽ ആരും സഹായിക്കാൻ പറ്റിയ ആളുകളുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവിടെ പോയിട്ട് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. മയ്യത്ത് കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയോ? കുളിപ്പിക്കാൻ പഠിക്കണം. അതിൻ്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അയച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ്, ഒരു തുണി, അതിൽ പൊതിയ, അതിനാണ് കഫൻ ചെയ്യാന്നറിയാം. പിന്നെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക. മയ്യത്ത് നമസ്കാരത്തിന് എത്ര റക്അത്ത് അറിയോ? ആരെങ്കിലും മയ്യത്ത് നിസ്കരിച്ചിട്ടോ? കുറേ ആളുകളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ? റക്അത്തുകളോ? റക്അത്തില്ല. മയ്യത്ത് നമസ്കാരത്തിന് റക്അത്തൊന്നുമില്ല, റുക്കോ ഇല്ല, സുജൂദില്ല അല്ലേ? അതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ 4 കാര്യങ്ങളാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്?
മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നമസ്കരിക്കണം, മറവ് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? മുസ്ലിങ്ങളുടെ പൊതുബാധ്യതയാണ്. പൊതുബാധ്യത. ഫർദ് കിഫായ എന്നാണ് ഇത്തരം ബാധ്യതകൾക്ക് പറയുക. മനസ്സിലായോ? ഫർദ് കിഫായ. ഫർദ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ വാജിബ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിർബന്ധം, ഇപ്പോൾ ളുഹർ നമസ്കാരം, അസർ നമസ്കാരം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ചെയ്താൽ എനിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. ഏത്? ളുഹർ നമസ്കരിച്ചാൽ. അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഫർദ് ഐനാണ്. അതേപോലെ നമസ്കാരം, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫർദ് ഐന് എന്നാണ്. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായി ചെയ്യേണ്ട, ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി നിർബന്ധമായ കാര്യം, അതാണ് ഫർദ് ഐന്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യതയാണ്. ഒരു സമൂഹത്തിലെ ഏതാനും ചില ആളുകൾ അത് ചെയ്താൽ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന പിന്നെ രൂപത്തിലുള്ള സംഗതിയാണ് ഫർദ് കിഫായയിൽ വരിക. അപ്പോൾ അതേപോലെയുള്ള മയ്യത്ത് കുളിപ്പിക്കൽ, അതേപോലെ അതിന് കഫൻ ചെയ്യുക, നമസ്കരിക്കുക, മറവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫർദ് കിഫായ എന്നാണ് അറിയപ്പെടുക. അത് നിർബന്ധമാണ്. സമൂഹത്തിലെ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഒരു കൂട്ടം ആളുകൾ ചെയ്താൽ എല്ലാവരും അതിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പോൾ ഒരാൾ മരിച്ചു, അയൽവാസി മരിച്ചു, ആരും പോയി നോക്കണില്ല അല്ലേ? അത് അങ്ങനെയാകുമ്പോൾ അതിൽ എല്ലാവരും മുസ്ലിങ്ങൾ മൊത്തത്തിൽ കുറ്റക്കാരാകുന്ന സ്ഥിതി വരും. അപ്പോൾ ഇനി നോക്കുക, ഫർദ് കിഫായ, ഫർദ് ഐന്, 2 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഫർദ് കിഫായയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഹാരിസിന് ഒരു സംശയമുണ്ടായത്. ജുമുഅ നമസ്കാരം ഫർദ് കിഫായ ആണോ? അപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഹാരിസ്. അവൻ്റെ സംശയം എന്താ? ജുമുഅക്ക് പോകൽ ഫർദ് കിഫായയാണോ? അല്ല, അത് എന്താണ്? ഫർദ് ഐനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫർദ് ഐൻ. ഫർദ് ഐൻ എന്നാണ് അതിന് പറയാം. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായി ഓരോ വ്യക്തിക്കും വ്യക്തിഗതമായി നിർബന്ധമായ കാര്യം. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ. അപ്പോൾ ഹജ്ജ് ആരെങ്കിലും ചെയ്താൽ നമുക്ക് കൂലി കിട്ടുമോ? ഹജ്ജ് ചെയ്താൽ കൂലി നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും, വേറുള്ളവർ ചെയ്താൽ വേറുള്ളവർക്ക് കിട്ടും. എന്നാൽ മയ്യത്ത് നമസ്കാരം അങ്ങനെയല്ല. നമ്മൾ ചെയ്താൽ നമുക്ക് കൂലി കിട്ടും. ഞാൻ ചെയ്യാത്തവർക്ക് കൂലി കിട്ടുമോ? കൂലി കിട്ടൂല. പക്ഷേ ശിക്ഷയിൽ ഇളവുണ്ടാകും, ശിക്ഷ കിട്ടൂല. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും ശിക്ഷ ഉണ്ടാകും. ഇന്നാൾ മരിച്ചിട്ട് പോയി വയ്ക്കില്ലല്ലോ, സന്ദർശിച്ചില്ലല്ലോ, മയ്യത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ള. അപ്പോൾ ഫർദ് ഐന് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ് ഫർദ് ഐന്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യതയാണ്. മയ്യത്ത് മറവ് ചെയ്യൽ, അതേപോലെ അതിനെ കുളിപ്പിക്കൽ, നമസ്കരിക്കുക, കഫൻ ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. അതേപോലെ പിന്നെ യുദ്ധം, അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ പറയലുണ്ട്. ഇപ്പോൾ അത് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലൊക്കെ ഇതിൽ വരുന്നതാണ്. ഏത്? ഫർദ് കിഫായ. ഓക്കെ, ഇനി നോക്കുക, അഭിമുഖം. നമ്മുടെ നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിലും കഫൻ ചെയ്യുന്നതിലും പരിചയമുള്ള ആളുകളെ നിങ്ങൾക്കറിയാമോ? അങ്ങനത്തെ ആളുകളെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ അവരോട് പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. നിങ്ങളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ, അവരോട് ചോദിച്ചറിയപ്പോൾ ഇതിൽ പറഞ്ഞ രൂപത്തിലുള്ള ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാമെന്നുള്ളതൊന്നും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതുമായി മുന്നോട്ട് പോകാൻ പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന അതിൻ്റെ രൂപം, അതിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ വിടുന്നുണ്ട്. ഈ ക്ലാസ്സിന് പുറമെ അത് എല്ലാവരും കാണണം, അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കണം, പഠിക്കണം. ഇത് നമുക്കെല്ലാവർക്കും ബാധ്യതയുള്ള ഒരു കാര്യമാണ്. അതേപോലെ മയ്യത്ത് പരിപാലന CD കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ നടത്തിയ അഭിമുഖം, അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞതാട്ടോ. അതിനെപ്പറ്റി അതിൻ്റെ രൂപങ്ങളൊക്കെ ഒന്ന് ക്രമത്തിൽ എഴുതി നോക്കുക. ആദ്യം എന്ത് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക, പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഞാൻ അയക്കുന്ന ഈ ക്ലാസ് എല്ലാവരും കേൾക്കണം. അതേപോലെ ഇതിൻ്റെ കൂടെ പിന്നെ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ വരുന്ന ലിങ്ക് അതും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം.
ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി മയ്യത്ത് നമസ്കാരത്തെ പറ്റിയാണ്. അതിൽ ഒരു പ്രാർത്ഥന പഠിക്കാനുണ്ട്. ആ പ്രാർത്ഥന നിർബന്ധമായും എല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം മരണം, മയ്യത്ത് നമസ്കാരം ഇതൊക്കെ ഓരോ വ്യക്തിക്കും വേണ്ടതാണ്. മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. കുറച്ച് ദീർഘമായി നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.